വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ചീസി മഷ്റൂം പിസ്സ ബൈറ്റാണ് എയർ ഫ്രയറിൽ. ഇതിനു വേണ്ടി നമുക്ക് 200 ഗ്രാംസ് മഷ്റൂം വേണം. ഇത് നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് പാറ്റ് ഡ്രൈ ചെയ്യണം ആദ്യം. എന്നിട്ട് നമ്മളിതിൻ്റെ ഓരോന്നായിട്ട് സ്റ്റെം ഊരും. ഈ സ്റ്റെം ഊരിയിട്ട് ഒരു സൈഡിൽ വെക്കുക. അത് കളയാൻ പാടില്ല. അത് പിന്നെ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പോണതാണ്. ഈ സ്റ്റെം നല്ലോണം ഫൈനായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇത് സൈഡിൽ വയ്ക്കും. നമ്മളത് പിന്നെ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. വേറെ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 1/4 ക്യാപ്സിക്കം ആൻഡ് 3-4 ഗാർലിക്. പിന്നെ 2 ക്യൂബ് ചീസാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അമൂലിൻ്റെ ചീസ് ക്യൂബ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മോസറല്ല ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഓയിലാണ് കുക്കിങ്ങിന്. പിന്നെ ഇറ്റാലിയൻ സീസണിങ് ഓർ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഹേർബ്, പിന്നെ സോൾട്ട്. ഇനി ഒരു പാൻ എടുക്കുക. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഓയിലിടും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഗാർലിക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് നല്ലോണം സോത്തേ ചെയ്യുക. ആ ഗാർലിക്കിൻ്റെ റോ സ്മെൽ ആൻഡ് ടേസ്റ്റ് ഒക്കെ പോയിട്ട് കുക്കാവാൻ. ഇനി ഒരു സവോള നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ടിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് നല്ലോണം സോത്തേ ചെയ്യും. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റിൽ ചീസ് ആഡ് ചെയ്യും. സോ അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് സോൾട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ഒരു 1/4 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇവിടെ. അതും നല്ലോണം ഒന്ന് 2 മിനിറ്റ്സ് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ ഈ മഷ്റൂമിൻ്റെ സ്റ്റെമ്മ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അത് നമ്മളുടെ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റും നല്ല ബോഡിയും തരും. അപ്പോൾ ഇത് നല്ലോണം സോട്ടേ ചെയ്യണം. ബിക്കോസ് മഷ്റൂമിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ആ മോയ്സ്ചർ കണ്ടൻറ്റ് നല്ലോണം പോയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നല്ലോണം സോട്ടേ ചെയ്യണം. എന്നാലേ നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്. വേറെ ഹെർബ്സ് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ പിസ്സ പാസ്ത സോസാണ് ആഡ് ചെയ്യാൻ പോണേ. ഇത് നമ്മുടെ ഒരു റെസിപ്പിയുടെ ഗെയിം ചേഞ്ചറാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. ഒരു പിസ്സയുടെ ടേസ്റ്റാണ് നമുക്ക് ഇത് വെച്ചിട്ട് കിട്ടാൻ പോണേ. അതിൻ്റെ ഒരു കുറച്ച് സ്വീറ്റ്നെസ്സും ഹെർബ്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വെരി നൈസ് ടേസ്റ്റാണ് ഫില്ലിങ്ങിന് വരാൻ പോണേ ഇത് വെച്ചിട്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഫില്ലിങ്ങിൽ ഫുൾ മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് റെഡിയാക്കുക. എന്നിട്ട് ഈ ഫില്ലിങ്ങാണ് നമ്മൾ ഓരോ മഷ്റൂമിനകത്തേക്ക് നല്ലോണം ഫില്ല് ചെയ്യുക. അകത്തേക്ക് വരെ ഫില്ല് ചെയ്യണം. ഇത് വലിയ മഷ്റൂമായ കാരണം നല്ലോണം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചീസ് വെച്ചിട്ട് ടോപ്പ് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ പാർട്ടീസിലും ഗ്യാതറിങ്സിലും ഒക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇത്രയും വരെ ചെയ്ത് വെച്ചിട്ട് ഗസ്റ്റ് ജസ്റ്റ് വരുന്നതിന് മുമ്പേ എയർ ഫ്രയറിലോ പാനിലോ അവനിലോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെരി ടേസ്റ്റി ഡിഷാണ്. എപ്പോഴും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഡിഷാണിത്. ഇനി നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് മഷ്റൂം. ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇനി എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് ലെയർ ചെയ്യുക. ഒത്തിരി ക്രൗഡഡ് ആക്കാൻ പാടില്ല, ഒന്നിൻ്റെ മുകളിൽ ഒന്നും വെക്കാൻ പാടില്ല. ഇനി നമ്മളിത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റിലേക്ക് 10 മിനിറ്റ്സിലേക്ക് 180 ഡിഗ്രീസിലാണ് കുക്ക് ചെയ്യാൻ പോണേ, എയർ ഫ്രൈ ചെയ്യാൻ പോണേ. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുറക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ആൻഡ് മഷ്റൂമും നല്ലോണം കുക്ക് ചെയ്ത് നമുക്കൊരു നൈസ് ബൈറ്റാണ് ഇത് വെച്ച് കിട്ടണേ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.